എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ വ്ളോഗാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും ആര്യ, ആദർശ്, അമ്മ, അച്ഛൻ എല്ലാവരും ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആര്യയും ആദർശും തിങ്കളാഴ്ച നാളെ പോവും കോഴിക്കോട്ടേക്ക്. അപ്പോൾ അവരായിട്ടുള്ള കുറച്ച് പേര് ഷോർട്സ് ഇട്ടപ്പോൾ പറഞ്ഞു ആര്യ ചേച്ചീൻ്റെ കൂടെയുള്ള വീഡിയോസ് ഇടുമോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലോങ് വീഡിയോ തന്നെ. അപ്പോൾ ഞാൻ അതൊക്കെ എടുക്കാം. പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല. ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ അത്ര തന്നെ ഉള്ളൂ. പിന്നെ അവർക്കൊരു കൊളാബ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടപ്പ് ഒക്കെ ഇവിടെ നിന്ന് തന്നെ എടുക്കാച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ അതൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതേ രാവിലെ തന്നെ എല്ലാവരും ചായ കുടിക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ അല്ലാട്ടൊന്ന് വെച്ചേക്കണതെന്ന് ഞാൻ കുറച്ച് വൈകിട്ട് എനിക്ക് അമ്മ തന്നെ രാവിലെ എനിട്ടിട്ട് ഇതേ ചിക്കൻ കറിയും പിന്നെ നമ്മുടെ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ കാപ്പിയും. അപ്പോൾ ആദർശം ഉണ്ടെങ്കിൽ ഇതേ ഇങ്ങനെയാണ് ഇരിക്കുക, സോഫയിൽ ഇരുന്നിട്ടാണ് ടി വി കണ്ടിട്ടാണ് ചായ അടിക്കുക. അവൻ്റെ ഒരു ശൈലി അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളും അങ്ങനെ ഇരുന്നു, ടേബിളുമേ ഒന്നും ഇരുന്നില്ല, ഇതേ സോഫയിൽ ഇരുന്നിട്ട് അങ്ങനെ ഇരുന്ന് ചായ അടിച്ചു. പിന്നെ അതേ തേജപ്പൻ രാവിലെ എൻ്റെ അച്ഛനൊക്കെ ഉണ്ടാവുന്നൊരു സ്വഭാവമാണ്. രാവിലെ എൻ്റെ അച്ഛനെ കൊണ്ട് അവൻ കടയിൽ പോകും. കടയിൽ പോയിട്ട് അവന് ഇടയിൽ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ അവന് വേണ്ടതാവും വാങ്ങിയിട്ട് വരും. അങ്ങനെ അതെ അവരത് കഴിഞ്ഞ് വന്നു. അതിനുശേഷം അവൻ ചായ വരെ കുടിക്കായിരുന്നുള്ളൂ. എൻ്റെ വഴിക്ക് കുളി കഴിഞ്ഞപ്പോൾ അവൻ ആദ്യം അച്ചാച്ചനെ കൂട്ടി കടയിൽ പോകാട്ടോ ചെയ്തത്. അങ്ങനെ അതേ ആര്യമേമ്മ തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ചായ കുടിക്കുകയാണ്. പിന്നെ അവരുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതേ തുടച്ചു കേട്ടോ. എന്തായാലും ചായ കുടിക്കുമ്പോൾ പരക്കുമല്ലോ. അപ്പം ഞാൻ അടിച്ചോരിട്ടു. പിന്നെ അതേ ചായ കുടി കഴിഞ്ഞിട്ടാണ് തുടച്ചത്. അങ്ങനെ അതേ ഫുള്ള് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. പിന്നെ അവരവിടെ ഇരുന്നിട്ട് ടി വി കാണുന്നുണ്ട്, ഫോണിൽ കളിക്കുന്നുണ്ട്. പിന്നെ അമ്മ കിച്ചണിലാണ് തോന്നുന്നു. ഞാൻ വേഗം അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇടാനുള്ള പണിയിലാണ്. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാന്നുള്ളത് തേജുവിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് എന്നോട് പറയുന്നു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു തരുമെന്നൊക്കെ. പക്ഷെ ഞാനത് കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആര്യ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ആഗ്രഹങ്ങൾക്കൊക്കെ ആര്യമായിട്ട് കൂട്ടി നിൽക്കുക. ഞാൻ പിന്നെ ഇങ്ങനത്തേനൊന്നും നിൽക്കാറില്ല. അപ്പോൾ ആര്യ വന്നിട്ട് ഇതേ അവന് മേക്കപ്പൊക്കെ ചെയ്തു. കുട്ടി അടിപൊളിയായിട്ട് ആക്ട് ചെയ്ത് തന്നു കേട്ടോ. നമ്മളൊന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല. അവന് വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടായിരുന്നു എന്തൊക്കെ കാട്ടിക്കൂട്ടുണ്ടെന്ന്. അപ്പോൾ അതുപോലെ കളി ചെയ്ത് തരുന്നുണ്ട്. എന്തായാലും ആഗ്രഹം ഞങ്ങൾ സാധിച്ചു കൊടുത്തു. പിന്നെ അമ്മയ്ക്ക് ഇതേ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഗെറ്റ് ടുഗദർ 10ാം ക്ലാസ്സിൽ കേട്ടോ. അപ്പോൾ അത് അതിന് പോകാൻ വേണ്ടി റെഡി ആവാണ്. അമ്മ 10 വരെ പഠിച്ച സ്കൂൾ ഇതെൻ്റെ നമ്മുടെ ചാത്തന്നൂർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്മ പഠിച്ച സ്കൂളൊക്കെ. ഞാനാണെങ്കിൽ അമ്മോട് പരാതി പറയുന്നുണ്ടായിരുന്നു അമ്മ എപ്പോൾ വന്നാലും പിന്നെ അപ്പം അമ്മയ്ക്ക് ഗെറ്റ് ടുഗദർ ആവും. അമ്മ എന്ന് വരണോ അന്ന് ഗെറ്റ് ടുഗദർ ആവും. ഇവർ അതിന് വേണ്ടി വരുന്നതാണോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേത് ആര്യയുടെ കോസ്റ്റ്യൂം ആട്ടോ. പിന്നെ അത് അച്ഛൻ അമ്മേനെ കൊണ്ടാക്കാൻ പോവുകയാണ് സ്കൂളിൻ്റെ അവിടേക്ക്. ഇപ്രാവശ്യം സ്കൂളിലല്ല തോന്നുന്നു, നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് എല്ലാവരും കൂടി കൂടുന്നത് ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ അമ്മ അവിടെ അച്ഛൻ ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് ആക്കുകയാണ്. അവിടുന്ന് നമ്മുടെ എല്ലാ ഫ്രണ്ട്സും കൂടിയിട്ട് അവരങ്ങനെ ഓട്ടോയിൽ പോവുക ചെയ്യാൻ തോന്നുന്നു. അപ്പം അമ്മ നമുക്ക് അവിടുന്ന് കുറച്ചുണ്ടല്ലോ ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പം അങ്ങോട്ടാക്കാൻ പോവാട്ടോ അച്ഛൻ. അമ്മ പറയാം. അപ്പോൾ ആര്യ ബീഫ് കറി വയ്ക്കാൻ പോകാനുള്ള പരിപാടിയിലാണ്. നോക്കാം ആര്യയുടെ വക ബീഫ്. യൂട്യൂബ് നോക്കിയിട്ടാണ് വെക്കണത്. അമ്മ പോണേക്കാൻ മുന്നേ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. എല്ലാം നന്നാക്കി വെച്ചാന്നിട്ടാണ് അമ്മ പോയിരിക്കുന്നത്. വെക്കുക വേണ്ടു. ഏതുള്ളി അരിയില ഇന്നാള് ഞാൻ ബീഫ് കിട്ടാഞ്ഞിട്ട് പാർട്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേണ്ട ആരെയും കൊണ്ട് ഉണ്ടാക്കിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് പണി തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബ് നോക്കിയിട്ട് തന്നെയായിട്ട് ഉണ്ടാക്കണത്, അല്ലാണ്ട് നമുക്കൊന്നും പറയത്തില്ല. യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അന്നും യൂട്യൂബ് നോക്കിയിട്ട് തന്നെയായിട്ട് കുറച്ചൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ കുക്കിങ്ങിൻ്റെ പരിപാടിയാണ്. ഫാൻ്റെ സൗണ്ട് ഉണ്ടാവും. എൻ്റെ മിഷ്യൻ്റെ ആ ഒരു ചാട്ട പൊട്ടിയിരിക്കുന്ന കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് തയ്ക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദർശ് വന്നപ്പോൾ ആനയും കൊണ്ട് അത് റെഡിയാക്കിക്കായിരുന്നു. അപ്പോൾ ആ ഒരു ചാട്ട പൊട്ടിപ്പോന്നു. പിന്നെ അതാകെ സെറ്റാവണില്ല. അപ്പോൾ അത് വേറൊരു ചാട്ട ഞാൻ വാങ്ങി വെച്ചതുണ്ടായിരുന്നു. അതിനിതേ ഓട്ട തുളയ്ക്കണം. അത് കുറച്ച് പണിയുള്ള പണിയാണ്, അതെനിക്ക് പറ്റണില്ല. അപ്പോൾ അതെങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. കമ്പിയൊക്കെ ഇട്ടിട്ട് ആദർശ് വന്നാലാണ് ഇങ്ങനത്തെ വല്ല നൂലാമാല പണികളുണ്ടെങ്കിൽ ഞാൻ വേഗം അവനെ ഏൽപ്പിക്കും. ഞാനതിങ്ങനെ എടുത്ത് വെക്കും. അവൻ വരുന്ന ദിവസം വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് അത്. പിന്നെ ഒരു സിനിമ കാണായിരുന്നു കേട്ടോ. ആര്യ ഓൾറെഡി വ്ളോഗ് എടുക്കുന്നുണ്ട് കേട്ടോ കുക്കിങ്ങിൻ്റെ. അതാ പിന്നെ ഞാൻ ഈ ഭാഗത്തേക്ക് വരാത്തത്. അപ്പോൾ അവളാണ് ബീഫ് ഫുൾ അവളാട്ടോ സെറ്റാക്കണത്. അപ്പം ഞാൻ എന്തായാലും എൻ്റെ മെഷീൻ കുറച്ച് ഡ്രസ്സ് ഷേപ്പ് ആക്കാണ്ട് അതാക്കാൻ പോവുകയാണേ.
അങ്ങനെ ഞാൻ ആ വള്ളി കൊടുത്തിട്ട് മിഷ്യൻ്റെ വീലും ഇട്ടിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് കൊളാവിൻ്റെ ഡ്രസ്സിക്ക് 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഷേപ്പ് ആക്കണം, ചെറിയ ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പ് ആക്കേണ്ട ആവശ്യങ്ങൾ വരുമ്പോഴാണ് ഇപ്പം ഞാൻ മിഷ്യൻ നോക്കാറുള്ളൂ. മുമ്പേ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തയ്ച്ച് നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇനി പതുക്കെ യൂസ് ചെയ്ത് തുടങ്ങണം. കാരണം ഈ ചാട്ടയ്ക്ക് ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ ഞാനത് അങ്ങനെ വെച്ചതായിരുന്നു. പിന്നെ പൊട്ടിയപ്പോൾ പിന്നെ ഒന്നും പറയേണ്ട, ഭാഗത്തേക്ക് നോക്കാനും പോയിട്ടില്ല. ഇനി കുറച്ചൊക്കെ എന്തെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം, പഠിച്ചതൊക്കെ മറക്കരുതല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇനി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ കൊടുക്കാണ്ടായിരുന്നു. പക്ഷെ എണ്ണ കൊടുക്കാനുള്ള ആ ഒരു ട്യൂബൊക്കെ വീട്ടിലായിരുന്നു. അതിന് അമ്മ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭാര്യയുടെ ബീഫ്. ഇനി ഞാൻ ചിക്കൻ വറക്കാൻ പോവാണേ. ചിക്കൻ ഞാൻ പരട്ടിയിട്ട് കുറേ നേരം എൻ്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. ഞാനിത് വറക്കാൻ പോവാണ് ഗൈസ്. എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വറക്കാനുള്ളത്. അതെ, ആദർശിൻ്റെ മുണ്ടിനിത് ഈ ഒരു സംഭവം കൊളാബിൻ്റെ ആര്യയുടെ ഡ്രസ്സിന് മാച്ചായിട്ട് മുണ്ടിന് ഇങ്ങനെ വെക്കാണ്ടായിരുന്നു. അപ്പോൾ അവർ മുണ്ടിന് വെക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ പീസ് തരിക കേട്ടോ ചീസ്. അപ്പോൾ ഞാൻ വിൻഷാറിൻ്റെ മുണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് അടിച്ച് വെച്ചു കൂട്ടാ. ഇത് ആര്യയുടെ ഡ്രസ്സിന് ഇതൊക്കെ അയൺ ചെയ്യാണ്ട്. പിന്നെ ഇതാണ് എനിക്ക് കൊളാബറേഷൻ കിട്ടിയ ഡ്രസ്സ് കേട്ടോ. ഇതൊന്നും ഇത് രണ്ടൊക്കെ ഇട്ടിട്ട് ഇനി ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം. അപ്പം ഞാൻ ചിക്കൻ വറുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അതിനുള്ള പരിപാടിയാണേ. ചിക്കൻ പണി തുടങ്ങിയേ. ഫസ്റ്റൊക്കെയാണേ. ആദർശിന് ബിയർ, ഞങ്ങൾക്ക് വേണ്ടിയത് വൈൻ ഗൈസ്. ഇത് തേജപ്പന് വേണ്ടിയിട്ട്. ഇത് തണവില്ല. ഇത് വിൻഷാട്ടൻ്റെ സാധനം. വിൻഷാട്ടൻ ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ കിക്കായി. പിന്നെ വിൻഷാട്ടൻ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. വൈൻ കുടിച്ചിട്ടാണ് ഗൈസ് ഞങ്ങൾ ബിയർ അടിക്കാൻ പോവാണ്. വിൻഷാട്ടൻ ഒരു ഗ്ലാസ് വൈൻ അടിച്ചുള്ളൂ. വിൻഷാട്ടൻ ഒരു ഗ്ലാസ് വൈന്, ആര്യ ഒരു ഗ്ലാസ് വൈൻ കേട്ടോ. ആര്യ സൈഡായിട്ടുണ്ട്. ആദർശ് ഫുൾ പവർ, ഒന്നും കഴിക്കണ്ട്. ഇതൊക്കെ ഞാനും ആദർശം ഡീസൻ്റാ, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ടേസ്റ്റ് നോക്കിട്ടാ, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. ടേസ്റ്റ് നോക്കിട്ട് എനിക്ക് ചങ്കിരി ആർക്ക് തല കറങ്ങി, ആർക്ക് 1.5 ഗ്ലാസ് വൈനാണ് ആരും ഒറ്റയടിക്ക് കുടിച്ചത്. 1.5 വിൻഷാട്ടൻ ഗ്ലാസ് കുടിച്ചില്ലേ? ഒന്നൊന്ന് കുറച്ച് ഞാൻ കുടിച്ചു നോക്കി. ആരുടെയൊന്നും കുറച്ച് ഞാൻ കുടിച്ചു. ഒരു ഗ്ലാസ് വൈൻ കുടിച്ചപ്പോഴേക്കും വിൻഷാട്ടിന്റെ കോലം കാണും. പെപ്സി വാങ്ങാടുന്നു. പെപ്സി വൈനും കൂടി കുട്ടി വന്ന് മുണ്ടി പിടിക്കുന്നതായിട്ട് തോന്നണതാണ് അല്ലേ? ഞാൻ ഫോണ് ചാർജ് ചെയ്യാൻ വെക്കാൻ പോവാണ്. പിന്നെ ഈ വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ അവൻ്റെ ഫോണിലാണ് എടുക്കുക. അപ്പോൾ ഒക്കെ ചാർജ് ചെയ്ത് സെറ്റാക്കാൻ പോവാണ്. തേജപ്പൻ്റെ സാധനം എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടി വൈനില് ഡയറി മിൽക്ക് മിക്സ് ചെയ്ത് അടിച്ചു നോക്കിയാലോ. ഗൈസ്, ഇനി ഇതാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. ഇതിൽ ഓറിയോ സിൽക്ക് ഡയറി മിൽക്ക്. എന്നിട്ടായി
പിന്നെ അതേ അച്ഛനും ഇൻഷാട്ടിനും ആദർശം കൂടി ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ആര് കുറച്ച് കഴിഞ്ഞിട്ട് മതി പറഞ്ഞു. എനിക്ക് പിന്നെ വേണ്ടാന്ന് പറഞ്ഞു, കാരണം എനിക്ക് തീരെ വിശപ്പും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ചിക്കൻ വറുക്കുമ്പോൾ ഞാൻ ഇടയിലെടുത്ത് കഴിച്ചിട്ട് പിന്നെ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് വൈനാട്ടോ കുടിച്ചിട്ടുള്ളൂ. ഇതായിരുന്നു കേട്ടോ ഡ്രസ്സ്. നമുക്ക് കൊളാബറേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കൊടുക്കുന്നുണ്ട്. ഏത് പേജിൽ നിന്നാണോ നമുക്ക് തന്നത് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റയിലൊന്ന് നോക്കി നോക്കാം കേട്ടോ നമ്മുടെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന്. നല്ല ഡ്രസ്സാണ് കേട്ടോ, നല്ല അടിപൊളി എംബ്രോയ്ഡറി വർക്ക്, ഇത് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള വർക്ക് ഉണ്ട്. ജോർജിറ്റ മെറ്റീരിയലാട്ടോ ഇത് വരുന്നത്. അപ്പോൾ എനിക്കിഷ്ടമുള്ള കളറാണ്. അപ്പോൾ ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം എടുക്കാൻ കമ്മലൊക്കെ ഒഴിച്ചു. ഇനി ഒരു ഡ്രസ്സും കൂടി ഉണ്ട് കേട്ടോ, അത് കുറച്ച് നേരം എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ കുറച്ച് നേരം എന്തായാലും കിടക്കട്ടെ കേട്ടോ. ആദർശം ആ റൂമിൽ കിടക്കുന്നുണ്ട്, അവിടെ കിടന്നു. പിന്നെ അമ്മ വന്നിട്ടില്ല കേട്ടോ ഇതുവരെ, പോയിട്ട് അവിടെ അവരുടെ ഗെറ്റ് ടുഗദർ അല്ലേ, അവിടെ പോയിട്ട് വന്നിട്ടില്ല. അച്ഛൻ അവിടെ കിടന്ന് TV കാണുന്നുണ്ട്. തേജപ്പനും ഇൻഷാട്ടും അതേ കിടന്നു. തേജപ്പ് അതെ ഗെയിം കളിക്കുകയാണ്. ഇപ്പം ഞാൻ ഉറക്കാൻ കിടത്തിയേക്കാണ് കേട്ടോ, ഞാൻ ഉറക്കാൻ കിടത്തുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഷൂട്ടിന് പോകുമ്പോഴത് കാണാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെ ഡ്രസ്സ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല കോട്ടണിൽ വരുന്ന മെറ്റീരിയലായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇടാനും നല്ല സുഖമായിരുന്നു. ഞാൻ കൂടുതലും സ്ലിറ്റഡ് ടൈപ്പ് ടോപ്പ് ഇടാറ്, റയറാണ് ഈ ഒരു ടൈപ്പ് ഇടൽ. പക്ഷേ ഈ ഒരു ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി വീഡിയോസ് കാണാം കേട്ടോ. അവിടെ ചെന്നിട്ടുള്ളത് പിന്നെ ആര്യയുടെ കോസ്റ്റ്യൂം ഇതായിരുന്നു, ആദർശിൻ്റെയും. അങ്ങനെ നമ്മളിത് അമ്പലത്തിൻ്റെ അവിടേക്ക് പോവാം കേട്ടോ. അമ്പലത്തിൻ്റെ കോളല്ലേ, നമ്മൾ ഓൾറെഡി ഞങ്ങളൊക്കെ എടുക്കണ ഒരു സ്ഥലം അവിടെയാണ് വീഡിയോസൊക്കെ. അപ്പോൾ അവിടേക്കാട്ടോ ഞങ്ങൾ പോണത്. ദൈവം അളവ് കഴിഞ്ഞായി നടക്കാവുന്ന ദൂരം തന്നെ ഉള്ളൂ. ഉറക്കത്തുനിന്ന് എടുത്തിട്ടാണ് ആദർശം നമ്മൾ കൊണ്ടുപോകുന്നത് ഗൈസ്. ഗുണ്ടമുളക് നാരിയനെ അങ്ങനെ ഇത് ആരുടെ ആദർശിൻ്റെയും കോസ്റ്റ്യൂമിനുള്ള ആ ഒരു ഷൂട്ട് നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് അവിടെ നിന്ന് തന്നെ തീർത്തുവിട്ടോ. ഞങ്ങളുടെ രണ്ടാളെ അവിടെ നിന്ന് തന്നെ, രണ്ടാളിലല്ല 3 ആളിലെ അവിടെ നിന്ന് തന്നെ തീർത്തുവിട്ടോ ഗൈസ്. മഴ പെയ്തു, നല്ല മഴ കിട്ടി ഗൈസ്. ഞങ്ങളിവിടെ കയറി നിന്നൊക്കെയാണ്. എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ വരാം. അടിപൊളി. ഉച്ചയ്ക്ക് തന്നെ എടുത്താൽ മതിയായിരുന്നു. അവിടെ ഒക്കെ കുളം, അവര് കുളത്തിലിറങ്ങി കുളിച്ചു തുടങ്ങിട്ടാ. ആദർശിനെ കാണാനില്ല കേട്ടാ. എൻ്റെ 2 ഡ്രസ്സിനെയും കഴിഞ്ഞു കേട്ടാ. തേജപ്പനും ഇൻഷാട്ടിനും പിന്നെ നമ്മുടെ ആദർശ് പാപ്പയുടെ കണ്ണൊക്കെ തുറക്കണ്ടല്ലോ എന്നിട്ട്. ഇത് വീഡിയോയാ, ഞാൻ വീഡിയോ എടുക്കണേ. അപ്പൊ ഗൈസ് ഇൻഷാട്ട് തേജുവിനെ കൊണ്ടുപോയേ. എന്നാ മതി, തേജു കൊണ്ട് കേറ്. അപ്പൊ ഗൈസ് ഞാനും, നമുക്ക് പിന്നെ ഇറങ്ങാൻ പറ്റില്ലല്ലോ, ഇവിടെ നിന്ന് കാണാം. ആര്യ ഡ്രസ്സ് മാറാൻ പോയിക്കോട്ടെ, ആൾക്ക് പാവാടത്തിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവള് ഡ്രസ്സ് മാറിയിട്ട് എന്താ പറയുക, നോർമൽ വല്ല ചുരിദാർ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ അമ്പലക്കുളം. ഞങ്ങളുടെ എല്ലാ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടായിട്ട് എടുക്കാറ് കൂടുതലും. ഈ ഒരു സ്പോട്ടൊക്കെ തേജുവിൻ്റെ മീൻഷാട്ടിൻ്റെ ഒക്കെ മെയിൻ സ്പോട്ടാണ് ഇത്. അതുപോലെ ആല്, അവിടെ നിന്നാണ് നമ്മളെല്ലാതും. പിന്നെ ഞങ്ങളുടെ 3 ആളിലും കൂടിയിട്ട് ആ സാരി എടുത്തിട്ടുള്ള ഡ്രസ്സിൻ്റെ ഷൂട്ടൊക്കെ അതെ ആ സ്റ്റെപ്പ് കണ്ടോ, 3 സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പം ആദർശും ആര്യയും കൂടി ആയിട്ടുണ്ട് നമുക്കിവിടത്തെ
മാറിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നോക്ക്, ഞങ്ങളുടെ നാട് അടിപൊളിയല്ലേ? കുളി കഴിഞ്ഞ് ഇറങ്ങി, തേജപ്പമായി കുളിച്ചു, എല്ലാവരും ഇറങ്ങി. നമ്മളിതേ പോണു. ആദർശ് ഇപ്പൊ ശരിക്കും സ്വാമി ശരണം പോലെ ഉണ്ട്. നിക്ക്, ഇത് ഇവിടുന്ന് അടുത്ത വളവായി നമ്മുടെ വീടായിട്ടോ. ഇനി നമ്മളെ വീട്ടിലേക്ക് പോവാൻ വെള്ളത്തിൽ മുങ്ങിട്ട് പോന്നു. വഴി കൂടെ പോണവരൊക്കെ ചീത്ത പറയണു ഗൈസ്. ഡാഡാ തേജ് വണ്ടി വരൂട്ടാ. ആരിപ്പോ ഡ്രസ്സൊക്കെ മാറി പുറപ്പെട്ടിട്ടാ കൂട്ട വരിക. നമ്മളവിടെ എത്തും. ആ കുട്ടികള് വെയിറ്റ് ചെയ്യണ്ടേ. മേലെ ഒഴുകി വിളക്കത്തിച്ചുട്ടാ. ഞാനല്ല വിൻഷാടിനാട്ടൊന്ന് വിളക്കത്തിച്ചത്. ആദർശും ആര്യയും അവരൊക്കെ അവിടെ എന്താ ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ അമ്മയച്ഛനും പോകാൻ നോക്കുകയാണ്. കുറേ പോണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നാളെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകാൻ നിൽക്കണത്. അച്ഛന് നാളെ പണിയുണ്ട്. പാപ്പന് എന്താ വയ്യാണ്ടായിട്ട് അച്ഛൻ ഒരാഴ്ച ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ലീവ് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടേതായ ദാരിദ്ര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അമ്മയ്ക്ക് നാളെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രണ്ടാളും പോവുകയാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാൻ പോണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോവാം. അങ്ങനെ അത് അമ്മയും അച്ഛനും പോവാണേ. പക്ഷെ അവർ ഇതിന് മുന്നൊരു വട്ടം ഇറങ്ങി ഇവിടെ എത്തിയപ്പോഴേക്കും നല്ലൊരു മഴ വന്നപ്പോൾ തിരിച്ച് വീണ്ടും ഓടിക്കയറിയിട്ട് വീട്ടിലേക്ക് തന്നെ. പിന്നെ ഇത് രണ്ടാമത്തെ പോക്കാട്ടോ. ഇത് 6 മണി 6:30 ആയിട്ടാവും ഏകദേശം സമയം. ഇരുട്ടാകുമ്പോഴേക്കും അങ്ങോട്ട് എത്താച്ചിട്ടാണ്. അധികം ദൂരമൊന്നുമില്ല, 10-20 മിനിറ്റ്. അച്ഛൻ ഭയങ്കര സ്ലോവലാണ് ബൈക്കുമ്പോൾ പോവുക. അത്രയും ശ്രദ്ധിച്ചിട്ടേ അച്ഛൻ പോവുള്ളൂ. അച്ഛനൊരു 20 മിനിറ്റൊക്കെ വേണ്ടി വരും. 20-25 മിനിറ്റൊക്കെ. 25 വേണ്ട 20. പക്ഷേ വിൻചാറിൻ്റെ കൂടെ പോയെന്ന് വെച്ചെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ വീട്ടിലെത്തിട്ടാ. അങ്ങനത്തെ വ്യത്യാസമുണ്ട്. അപ്പം അത്ര ദൂരമില്ല. അപ്പം അതേ അപ്പുറത്തെ വീട്ടിലെ അച്ഛനമ്മോടും അമ്മ യാത്ര പറയാട്ടാ. അവർ ഭയങ്കര സ്നേഹാട്ടോ നമ്മുടെ അടുത്ത്. അപ്പോൾ അതേ അങ്ങനെ അവരോടും പറഞ്ഞിട്ട് ഇതേ അമ്മയച്ഛനും പോയി. ഇപ്രാവശ്യം പോകുമ്പോൾ തേജുവിന് വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വേറെ ഒന്നല്ല, ആര്യ ആദർശം കൊണ്ടുവരെ വീട്ടിൽ അതിൻ്റെ ഒരു ജാടയായിരുന്നു. അല്ലെങ്കിൽ ആര് പോകുമ്പോഴും അവന് ഭയങ്കര വിഷമം ഉണ്ടാവാറ്. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടായില്ല. ഇന്നിപ്പോൾ ആരുടെ ഒക്കത്ത് കയറി ഇരിക്കുന്നുണ്ട്. ആര് പോകുമ്പോൾ ആരുടെ കൂടെ കോഴിക്കോട്ടേക്ക് പോകുന്നട്ടോ പറയണത്. അമ്മയച്ഛനും പോയി. തേജപ്പൻ്റെ കാലുമേ കാണിച്ചു വിക്രമാദിത്യനും വേതാളവും കണ്ടാളു ഗൈസ്. വിക്രമാദിത്യൻ അവര് പോയി. അപ്പൊ ഇനി കുറച്ച് പണികളുണ്ട് കേട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ, ചെറിയ പണികളൊക്കെ തന്നെ ഉള്ളൂ. അതൊക്കെ ഒന്ന് തീർക്കണം. അപ്പം എന്തായാലും ഞങ്ങൾ പണികളൊക്കെ തീർക്കട്ടെ. എന്നാലും എപ്പോഴത്തെയും പോലെ എനിക്ക് വിളക്കത്തിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഉമ്മർത്തിരുന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കും, ഇവിടെയൊക്കെ നോക്കിയിരിക്കും. പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിട്ട് ഇവിടെ ഇരുന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ കയറുന്നുള്ളൂ കേട്ടോ. ഇവർ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്, വിൻചാട്ടനും ആദർശും ഇവരൊക്കെ. അപ്പോൾ ഞാനിനി കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറും. അപ്പോൾ ഗൈസ് ഞാനും തേജാപ്പിക്ക് ഇടുന്നു കേട്ടോ. എന്താ പറയുക, എന്തൊക്കെ വീഡിയോസ് എടുത്തെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. കാരണം ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തോണാവോ. പിന്നെ നമ്മളങ്ങനെ തിരക്കിപ്പെട്ടു. പിന്നെ വിൻഷാൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. വിൻഷാൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്നപ്പോൾ ആളോട് സംസാരിച്ചിരുന്നു. അങ്ങനെ കുറേ നേരം പോയി. പിന്നെ വീഡിയോസൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. വിൻചാട്ടനും ആദർശും സിനിമ കാണാം കേട്ടോ. 10:30 ആയിട്ടോ സമയം. തേജപ്പ് ഉറങ്ങിയിട്ടില്ല. തേജപ്പിന് നാളെ തൊട്ട് ക്ലാസ്സിന് പോകണം. അപ്പോൾ ക്ലാസ്സിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ മസ്കിട്ടോണ്ടിരിക്കുന്നുണ്ട് ആൾ. നാളെ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് ആർട്സ് ഡേ കഴിഞ്ഞിട്ടുണ്ട്. അത്രയും ദിവസം ഇപ്പോൾ അവർക്ക് ലീവായിരുന്നു. അപ്പോൾ നാളെ എന്തായാലും ഒരു മടി ഉണ്ടാവും തേജന്. കുറേ നാളായിട്ട് പോയിട്ട് അങ്ങനെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. എത്രത്തോളം കവർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അധികമൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല.
കാരണം ആളോ എനക്കുള്ളതിൻ്റെ തിരക്കിൽ പെടുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നാമത് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും നമ്മളതിനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, നമ്മളെ കുറിച്ചിട്ട് എന്താ തോന്നിയെന്ന് വെച്ചാൽ കമൻറ്റിലൂടെ പറയാം. അപ്പോൾ ഇപ്പോഴുള്ള സപ്പോർട്ട് നമുക്ക് ഇനിയും തരിക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ആക്കിയിട്ട് ഇടുക കേട്ടോ, നമ്മുടെ പുതിയ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ വേഗം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയല്ലേ ഉള്ളൂ അല്ലേ തേജോ? ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബായ് പറ, അതിൻ്റെ ഒപ്പം ഞാൻ പോവാം. ബായ് 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 ഇങ്ങനെ പറയും അമ്മ പറയണ പോലെ. ബായ് ബായ്. അപ്പോൾ ഓക്കെ ബായ്.